ബ്ലൂ പ്രിൻ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നെക്സ്റ്റ് പേജിലേത് ചോദ്യപേപ്പർ ഡിസൈൻ. അതിനുശേഷം പ്രാഥമിക വിവരങ്ങൾ ഹെഡിങ് കൊടുത്തിട്ട് അധ്യാപക വിദ്യാർത്ഥിയുടെ പേര്, വിദ്യാലയത്തിൻ്റെ പേര്, ക്ലാസ്, വിഷയം, യൂണിറ്റ് എഴുതാം. അതിനുശേഷം അടുത്ത പേജിലായിട്ട് യൂണിറ്റ്, പഠന നേട്ടങ്ങൾ, വെയിറ്റേജ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഏത് ചാപ്റ്ററാണോ അതിൻ്റെ പേര് എഴുതിയിട്ട് യൂണിറ്റ് കൊടുക്കുക. പഠന നേട്ടങ്ങൾ, സ്കോറ്, ശതമാനം. പഠന നേട്ടങ്ങൾ ഒരു 3 പഠന നേട്ടം എഴുതാം. അതിൻ്റെ സ്കോറ് 6 കൊടുക്കുക. ഒരു 6, 3 അങ്ങനത്തെ ഒരു ആവറേജിൽ ശതമാനം ഒരു 20 കിട്ടുന്ന വിധത്തിൽ അങ്ങനെ എഴുതാം. ഇനി ചിന്താശേഷിക്കുള്ള വെയിറ്റേജ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഒരു ബോക്സ് വരയ്ക്കുക. അതിൽ ഹെഡിങ്ങായിട്ട് ക്രമ നമ്പർ, ചിന്താശേഷികൾ, സ്കോറ്, ശതമാനം എന്ന് ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റത്തെ കോളത്തിൽ നിഗമനം രൂപപ്പെടുത്തൽ, ആശയ രൂപീകരണം നടത്തൽ, ബന്ധം കണ്ടെത്തൽ, ധാരണകളും അറിവുകളും പുതിയ സന്ദർഭത്തിൽ പ്രയോഗിക്കൽ. സ്കോറ് 4, 2, 5, 4 എന്നിങ്ങനെ കൊടുക്കാം. ശതമാനമായിട്ട് 26.66, 13.33, 33.33, 26.66 എന്ന് ഹെഡിങ് കൊടുക്കാം. ഹെഡിങ് അല്ല എഴുതാം. ഇനി അടുത്ത പേജിലായിട്ട് വിവിധ ചോദ്യോത്തര മാതൃകയ്ക്കുള്ള വെയിറ്റേജ് എന്ന് ഹെഡിങ് കൊടുക്കാം. ഇനി ചോദ്യ മാതൃകകൾ നമ്മൾ എത്രയിലാണ് മാർക്ക് ഇടണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എഴുതാം. സ്കോർ എഴുതാം കേട്ടോ. ഇത് ഒന്നാമത്തേൽ എഴുതാം. വസ്തുനിഷ്ഠ മാതൃക, അതിന് 1 മാർക്കാണ് കൊടുക്കേണ്ടത്. ഹ്രസ്വനിഷ്ഠ മാതൃക അങ്ങനെ തന്നെ എഴുതാം. ഇതിന് 2 മാർക്കാണ്. ശതമാനം ഉണ്ട്. അതിന് ശതമാനം 6.66, 13.33 അതങ്ങനെ തന്നെ. പിന്നെയും എഴുതാം. ഏതൊക്കെ മോഡലാണ് നമ്മൾ കൊടുക്കണതെന്ന് വെച്ചാൽ വസ്തുനിഷ്ഠ മാതൃക, ഹ്രസ്വനിഷ്ഠ മാതൃക, പിന്നെയും വസ്തുനിഷ്ഠ മാതൃക. ഏതാണ് നിങ്ങൾ കൊടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഓരോന്നിനും ഇത് വസ്തുനിഷ്ഠ മാതൃകയ്ക്ക് 1 മാർക്ക്, ഹ്രസ്വനിഷ്ഠ അതിന് 2 മാർക്ക്. അതിൻ്റെ പെർസെൻറ്റേജും കറക്റ്റ് അതുപോലെ കൊടുക്കാം. ഇനി ബ്ലൂ പ്രിൻറ്റിൽ പിന്നെയും ചോദ്യ നമ്പർ, എടുക്കുക. യൂണിറ്റിൻ്റെ പേര് എഴുതുക. പഠന നേട്ടങ്ങൾ ഏതാന്ന് വെച്ചാൽ ഒരു പഠന നേട്ടം ഒരെണ്ണം എഴുതുക. വലുത് നോക്കിയിട്ട് എഴുതുക. ചിന്താശേഷികൾ ഏതായാലും നിഗമനം രൂപപ്പെടുത്തൽ. ഇനി ചോദ്യ മാതൃകയിൽ എഴുതുക.